ഹലോ ഡിയേഴ്സ്, ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ, നമ്മുടെ NOSന്റെ സൂപ്പർ 30 പ്രഡിക്ഷൻ ലൈവ് സീരീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏപ്രിൽ ബാച്ചിൽ എക്സാം നടക്കുന്ന എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള വെൽ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നിങ്ങൾക്കായിട്ടുള്ള അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് ഇവിടെ മിസ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതിലൂടെ വായിച്ചു പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എത്ര മാർക്കിനായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനെയുള്ള ബേസിക് ഐഡിയാസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കിയാൽ ഏതൊക്കെയാണ് ആ 10 ക്വസ്റ്റ്യൻസ് എന്ന്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ഒരു ലൈവ് സീരീസ് കഴിയുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചു കഴിയും. അത്രയും നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉള്ള, അല്ലെങ്കിൽ 1 മാർക്കിനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് ആഡ് ചെയ്തത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡിഫൈൻ പ്ലാസെന്റ. എന്താണ് പ്ലാസെന്റ എന്നാണ് ചോദിച്ചത്. ഇവിടെ 2 പ്രോബബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഡിഫൈൻ പ്ലാസെന്റ ചോദിക്കും, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് വരാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ പ്ലാസെന്റ. പ്ലാസെന്റ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കേ. പ്ലാസെന്റ ഈസ് ദ സ്ട്രക്ചർ ഫോംഡ് ബൈ ദ അസോസിയേഷൻ ഓഫ് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ടിഷ്യൂ. അതായത് അമ്മയുടെയും കുഞ്ഞിന്റെയും ഇടയിൽ വരുന്ന ഒരു അസോസിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലാസെന്റ എന്ന് പറയുന്നത്. ഫീറ്റൽ എന്ന് വെച്ചാൽ കുഞ്ഞിനാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്ലാസെന്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കാണുന്നു, മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ടിഷ്യൂസിന്റെ അസോസിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്ലാസെന്റ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, അവിടെ ഒരു പോയിന്റും കൂടി നോക്കണം. ഈ പ്ലാസെന്റ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഫിസിയോളജിക്കൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദി മദർ ആൻഡ് ഡെവലപ്പിംഗ് എംബ്രിയോ. അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഫിസിയോളജിക്കൽ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്. ഫിസിയോളജിക്കൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം അല്ലെ, അമ്മേന്റെ ശരീരത്തിലുള്ള ന്യൂട്രീഷൻസ് കുഞ്ഞിന്റെ ശരീരത്തേക്ക് പോകുന്നുണ്ട്, കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നുള്ള വേസ്റ്റ് അമ്മേന്റെ ശരീരം വഴി റിമൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല ഫിസിയോളജിക്കൽ എക്സ്ചേഞ്ച് നടത്താനും നമുക്ക് ആര് സഹായിക്കുന്നുണ്ട്, നമ്മുടെ പ്ലാസെന്റ സഹായിക്കുന്നുണ്ട്. സോ ദി എംബ്രിയോ ഈസ് അറ്റാച്ച്ഡ് ടു ദി യൂട്രസ് ത്രൂ ദിസ് ടിഷ്യൂ. അപ്പൊ നമ്മുടെ എംബ്രിയോ, ഈ കുഞ്ഞ് എവിടോട്ടാണ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്, ഈ ഒരു യൂട്രസിലോട്ടാണ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ എന്താണ് പ്ലാസെന്റ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ടിഷ്യൂസിന്റെ ഇടയിൽ കാണുന്ന ഒരു അസോസിയേഷൻ ആണ് ഇത്. ഫിസിയോളജിക്കൽ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് സഹായിക്കും. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താണ്, നമ്മുടെ എംബ്രിയോ അറ്റാച്ച് ചെയ്തത് എവിടെയാണ്, യൂട്രസിലോട്ടാണ് അറ്റാച്ച് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. What are meristems and name the 2 types of meristems and mention their function. എന്താണ് മെരിസ്റ്റം? അത് കൂടാതെ ഇവിടെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് 2 types of മെരിസ്റ്റം ഏതാണെന്നും അതിന്റെ ലൊക്കേഷനോ ഫംഗ്ഷനോ ആണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഒറ്റയടിക്ക് മെരിസ്റ്റം എന്താന്ന് എഴുതി വെച്ച് നിങ്ങളുടെ ആൻസർ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് 2 സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതർ ടൈപ്സ്, ഇത് കൂടാതെയുള്ള മെരിസ്റ്റത്തിന്റെ ടൈപ്സും അതിന്റെ ലൊക്കേഷനും ഫംഗ്ഷനും നമ്മളോട് കൃത്യമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏപ്രിലിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ. മെരിസ്റ്റം ആർ ദ ടിഷ്യൂസ് ഓഫ് കമ്പോസ്ഡ് ഓഫ് ഇമ്മെച്യൂർ അല്ലെങ്കിൽ അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് വിത്ത് നോ ഇന്റർ സെല്ലുലാർ സ്പേസ്. ഇപ്പൊ മെരിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്മെച്യൂർ ആയിട്ടുള്ള, അവർ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടില്ല, ഇമ്മെച്യൂർ ആയിട്ടുള്ള സെൽസ് ആണ്. അതുപോലെ തന്നെ അവർക്ക് എന്തില്ല, നോ ഇന്റർ സെല്ലുലാർ സ്പേസ്, സെല്ലുകളുടെ ഇടയിൽ സ്പേസ് ഇല്ല. അപ്പൊ ഇതാണ് മെരിസ്റ്റം. എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്, മെരിസ്റ്റംസ് എന്ന് പറയുന്നത് ഇമ്മെച്യൂർ ആയിട്ടുള്ള സെൽസ് ആണ്. അതേപോലെ തന്നെ ദർ ഇസ് നോ ഇന്റർ സെല്ലുലാർ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ്. ക്ലിയർ ആണോ? ഇനി നമ്മുടെ ബിഗ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്കൊന്നോട് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് 2 types ഓഫ് മെരിസ്റ്റം. ഫസ്റ്റ് 1 ആണ് നമ്മുടെ എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് സെക്കൻഡ് 1 ആണ് ലാറ്ററൽ മെരിസ്റ്റം. അപ്പൊ നിങ്ങൾ അതിന്റെ ഫംഗ്ഷൻ നോക്കിക്കേ. ആദ്യം നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഇതിന്റെ ലൊക്കേഷൻ. നമ്മുടെ എപ്പിക്കൽ മെരിസ്റ്റം ആണെങ്കിൽ ഇതിനെ നമ്മൾ എവിടെയാ കാണുന്നത് കൂടുതലായിട്ടും, ഇതേ നോക്കിക്കേ, ഫൗണ്ട് ഇൻ ദ ടിപ്സ് ഓഫ് റൂട്ട്.
റൂട്ടിന്റെയും അതേപോലെ തന്നെ ഷൂട്ടിന്റെയും ടിപ്പില്, അതായത് വേരിന്റെയും ഷൂട്ടിന്റെയും അഗ്രഭാഗത്ത് അല്ലെങ്കിൽ അറ്റഭാഗത്തായിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? എപ്പിക്കൽ മെരിസ്റ്റത്തിനെ കാണുന്നത്. അപ്പൊ ലൊക്കേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ അത് പഠിക്കാനുള്ളത്? ഫംഗ്ഷൻ ആണ്. നോക്കിക്കേ, ഇറ്റ് ഹെൽപ്പ് ഇൻ ദ ഇലോങ്ങേഷൻ ഓഫ് പ്ലാന്റ് മുകളിലോട്ട് വളർന്നു പോവണ്ടേ? ഈ വളർച്ചയ്ക്ക് പ്ലാന്റിനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചെടീനെ സഹായിക്കുന്നത് ഏത് മെരിസ്റ്റമാണ്? നമ്മുടെ എപ്പിക്കൽ മെരിസ്റ്റമാണ്. ദെൻ നെക്സ്റ്റ് ആണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റത്തിനെ നിങ്ങൾ നോക്കിക്കേ, ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം അല്ലെങ്കിൽ കാമ്പിയം ആൻഡ് ഇൻ ദി കോർക്ക്. എവിടെയൊക്കെ കാണുന്നു? സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും അല്ലെങ്കിൽ നമ്മുടെ കോക്കിന്റെ ഒക്കെ ഇടയിലായിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റത്തിനെ കാണുന്നത്. ഈ ലാറ്ററൽ മെരിസ്റ്റം എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? തിക്കണിങ് ഓഫ് ദ പ്ലാന്റ് ബോഡി, അല്ലെ? നമ്മുടെ പ്ലാന്റ് ബോഡി എന്ത് ചെയ്യണം? ഇത് നല്ലോണം തിക്കൺ ചെയ്യണം, തടി വെക്കണം, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുന്നത്? നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം സഹായിക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് കിട്ടി. എന്താണ് മെരിസ്റ്റം? മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ മെച്ചുവർ സെൽസ് ആണ് വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 2 ടൈപ്പ് ഓഫ് മെരിസ്റ്റം, ഫൈൻഡ് ദർ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ. 2 ടൈപ്പ് ഓഫ് മെരിസ്റ്റത്തിലാണ് എപ്പിക്കൽ മെരിസ്റ്റം നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം വരുന്നത്. എപ്പിക്കൽ മെരിസ്റ്റം നമ്മൾ എവിടെ കാണുന്നു? നമ്മുടെ ഷൂട്ടിന്റെയും റൂട്ടിന്റെയും ടിപ്പിലായിട്ട് കാണുന്നു. നമ്മുടെ പ്ലാന്റ് നല്ല നീളം വെക്കൽ അല്ലെങ്കിൽ ഉയരം കൂടാൻ സഹായിക്കുന്നത് എന്താണ്? എപ്പിക്കൽ മെരിസ്റ്റമാണ്. രണ്ടാമത്തേതാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം നമ്മുടെ കാമ്പിയത്തിന്റെ അല്ലെങ്കിൽ കോക്കിന്റെ ഒക്കെ ബിറ്റ്വീൻ ആയിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ബോഡി തിക്കൺ ചെയ്യാൻ, തടിക്കാൻ വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുന്നത്? നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം സഹായിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണുള്ളത്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ആണ് give 2 examples of insectivorous plant. ഇൻസെക്ടിവോറസ് പ്ലാന്റിന്റെ 2 എക്സാമ്പിൾ ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഇൻസെക്ടിവോറസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഈ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഈ ഒരു ഇൻസെക്ടിവോറസ് പ്ലാന്റിന്. കാരണം എന്താണെന്നറിയോ? ഈ ചെടി ഇങ്ങനെ തുറന്നിരിക്കും. അപ്പൊ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഇൻസെക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിരുന്നാല് ഈ ചെടിക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മുടെ ഈ ഒരു കപ്പും സോസും ഒക്കെ പോലെ അതിനെന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് ഇതിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനത്തെ പ്ലാന്റ്സിനെയാണ് നമ്മൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ് എന്ന് ചോദിച്ചത്. പക്ഷെ ഇവിടെ നിങ്ങളോട് എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? ഇൻസെക്ടിവോറസ് പ്ലാന്റിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പറയാം പിക്ചർ പ്ലാന്റ്. അപ്പൊ നിങ്ങൾക്ക് ഫോണിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ പിക്ചർ പ്ലാന്റിന്റെ ആ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബ്ലാഡർ വുഡ്, ഇത് രണ്ടുമാണ് നമുക്ക് ഇൻസെക്ടിവോറസ് പ്ലാന്റിന്റെ എക്സാമ്പിൾ. ഒരു വട്ടം ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ നോട്ട് ഡൗൺ ദ എക്സാമ്പിൾസ് ഓഫ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്. നെക്സ്റ്റ് ആണ് വാട്ട് ആർ ആക്സസറി പിഗ്മെന്റ്സ്, വൈ ദേ ആർ കോൾഡ് സോ. എന്താണ് ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സെക്ഷൻ എവിടെയാ പഠിച്ചത്? ആക്സസറി പിഗ്മെന്റ്സ് നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ആക്സസറി പിഗ്മെന്റ്സിന്റെ. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആക്സസറി പിഗ്മെന്റ്സ് ആർ ലൈറ്റ് അബ്സോർബിംഗ് കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. എങ്ങനത്തെ കോമ്പൗണ്ട് ആണെന്നാ പറയുന്നത്? ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലൈറ്റിനെ നമുക്ക് എന്താ പറയാ, ആഗിരണം ചെയ്യാൻ പറ്റുന്ന കോമ്പോണൻസ് ആണ് ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ വർക്ക് അലോങ് സൈഡ് ക്ലോറോഫിൽ എ. ഇവർ ആരെ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്? ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരെ കൂടിയാണ്? നമ്മുടെ ക്ലോറോഫിൽ എന്റെ കൂടിയാണ്. സോ ദേ ആർ കോൾഡ് ആക്സസറി പിഗ്മെന്റ്സ് ബിക്കോസ് ദേ അസിസ്റ്റ് ഇൻ capturing light energy and transferring into chlorophyll for photosynthesis. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം എന്താണ്? നമ്മുടെ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നു. ഇത് ആർക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്ലോറോഫില്ലിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മുടെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ എന്തും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെയാണ് നമ്മുടെ ആക്സസറി പിഗ്മെന്റ്സ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രൈബ്. ഒരു സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിസ്ക്രൈബ് ദ സർജിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ പോപ്പുലേഷൻ ടു കൺട്രോൾ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. മെയിൽസിലും ഫീമെയിൽസിലും ഏത് മെത്തേഡാണ് അല്ലെങ്കിൽ ഏത് സർജിക്കൽ മെത്തേഡ്സ് ആണ്
പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽസിൽ ഏതാണ്, രണ്ടാമത്തത് ഫീമെയിൽസിൽ ഏതാണെന്ന് നിങ്ങളോട് കൃത്യമായിട്ട് എഴുതാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ നോർമൽ ആയിട്ട് ചോദിക്കുകയാണ്, ഡിസ്ക്രൈബ് ദ സർജിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഏത് വേണമെങ്കിലും എഴുതാം. പക്ഷെ നമ്മളോട് ഹിയർ മെൻഷൻ ചെയ്യാൻ പറയുന്നുണ്ട്, മെയിൽസിൽ ഏതാണ് ഫീമെയിൽസിൽ ഏതാണെന്ന് മെൻഷൻ ചെയ്യാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, മെയിൽ അല്ലെങ്കിൽ പുരുഷന്മാരിലാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ, ജനസംഖ്യനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരിൽ എന്ത് ചെയ്യാൻ പറ്റും, വെസെക്ടമി ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ മെയിൽസിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്ന് എന്താണ് ഈ വെസെക്ടമി എന്ന് നോക്കിക്കോ. എ സർജിക്കൽ പ്രോസസ് ദാറ്റ് ഇൻവോൾവ് ഇൻ ദ കട്ടിംഗ് ആൻഡ് സീലിംഗ് ഓഫ് വാസ്റ്റ് ഡിഫറൻസ് ടു പ്രിവെന്റ് ദ റിലീസ് ഓഫ് സ്പെം. നമുക്കറിയാം പുരുഷന്മാരിൽ നിന്നും സ്പേം റിലീസ് ആയാൽ മാത്രമേ ഉള്ളൂ എഗ്ഗായിട്ട് കൂടി ചേർന്നിട്ട് അവർക്ക് ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും നോക്കിക്കേ, വാസ്റ്റ് ഡിഫറൻസ് വഴിയാണ് ഈ ഒരു സ്പേം പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പേം പുറത്തോട്ട് ക്യാരി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വാസ്റ്റ് ഡിഫറൻസിന്റെ അവിടെ അങ്ങോട്ട് കട്ട് ചെയ്യും, ആ ഭാഗം നമ്മൾ ടൈ ചെയ്ത് വെക്കും. അപ്പൊ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള ഒരു യൂസ്ഫുൾ എന്താ, ഈ സ്പേംസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്പേംസിന് മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാം. ഇപ്പൊ മെയിൽ ആണെങ്കിൽ വസക്ടമി ആണെങ്കിൽ വാസ്റ്റ് ഡിഫറൻസ് എടുക്കുന്നു, നമ്മൾ കട്ട് ചെയ്യുന്നു, ടൈ ചെയ്ത് വെക്കുന്നു. ഇതുവഴി നമുക്ക് എന്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, സ്പേംസിന്റെ റിലീസിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി ഇതേപോലെ നമുക്ക് എന്തും കൂടി പഠിക്കണം, ഫീമെയിൽസിൽ എന്താണെന്ന് പഠിക്കണം. നോക്കിക്കേ, ഫീമെയിൽസിലാണെങ്കിൽ ട്യൂബെക്ടമി, മെയിൽസിലാണെങ്കിൽ വസക്ടമി, ഫീമെയിൽസിലാണെങ്കിൽ ട്യൂബെക്ടമി. അപ്പൊ ഇതെന്താ, ട്യൂബെക്ടമി എന്താ, എ സർജിക്കൽ പ്രൊസീജിയർ ഇൻ വിച്ച് ഫാലോപ്പിയൻ ട്യൂബ് ആർ കട്ട് ഓർ ബ്ലോക്ക്ഡ്. നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ എഗ്ഗ് അല്ലെങ്കിൽ നമ്മുടെ ഓവത്തിന്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ വാസ്റ്റ് ഡിഫറൻസ് എടുത്ത് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ച പോലെ നമ്മുടെ ഫീമെയിൽസിന്റെ ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു കട്ട് കൊടുക്കും, ആ ഭാഗത്ത് നമ്മൾ ടൈ ചെയ്ത് വെക്കും. അപ്പൊ അതുവഴി എന്ത് റിലീസ് ആവില്ല, എഗ്ഗ് റിലീസ് ആവില്ല, നമുക്ക് ഫെർട്ടിലൈസേഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ഹിയർ നിങ്ങൾ ആലോചിക്കേണ്ടത് ബർത്ത് കൺട്രോളിന് അല്ലെങ്കിൽ പോപ്പുലേഷൻ കൺട്രോളിന് മെയിൽസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെസെക്ടമി, ആൻഡ് ഫീമെയിൽസിലാണെങ്കിൽ ട്യൂബെക്ടമി ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കൂടുതലായിട്ട് നമുക്കറിയാം ട്യൂബെക്ടമിയാണ് ചെയ്തു വരാറ് അല്ലെ, സ്ത്രീകളിൽ ട്യൂബെക്ടമിയാണ് ഇപ്പൊ കൂടുതലായിട്ട് ചെയ്തു വരാറുള്ളത്. പുരുഷന്മാരിൽ വെസെക്ടമി ചെയ്യുന്നവർ വളരെ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ വീനേഷൻ ആൻഡ് വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് വീനേഷൻ. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് വീനേഷൻ, വീനേഷനിൽ വരുന്ന 2 ടൈപ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ വീനേഷൻ എന്ന് പറഞ്ഞാല്, വീനേഷൻ refers to the arrangement of veins and veinlets in the lamina of a leaf. ഒരു ലീഫിന്റെ, ഒരു ഇലന്റെ മുകളിൽ ഉണ്ടാവുന്ന നിങ്ങൾ ഒരുപാട് വെയിൻസിനെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതിപ്പോ നമ്മുടെ ലീഫ് ആണെങ്കിൽ ഈ ലീഫിന്റെ മുകളിൽ ഇതുപോലെ കുറെ വെയിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ വെയിൻസിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വീനേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഒരു ലീഫില് നിങ്ങൾ ഏതെങ്കിലും ഒരു ചെടീന്റെ ലീഫ് എടുക്കുക, അതിനെ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വെയിൻസ്, ഞരമ്പ് പോലത്തെ സാധനങ്ങൾ പോകുന്നത് കാണാം. അതാണ് വീനേഷൻ. അപ്പൊ ഇങ്ങനത്തെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഈ ഒരു പേര് വിളിക്കുന്നത്. സോ ഇത് 2 ടൈപ്പ് ഉണ്ട്, റെട്ടിക്കുലേറ്റ് വീനേഷനും ഉണ്ട്, പാരലൽ വീനേഷനും ഉണ്ട്. അപ്പൊ റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെയിൻസ് ഫോം നെറ്റ്വർക്ക്. വെയിൻസ് എന്തായിട്ടായിരിക്കും, നെറ്റ്വർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഇപ്പൊ ഇത് നമ്മുടെ ലീഫ് ആണെങ്കിൽ ഈ ലീഫിൽ ഇങ്ങോട്ടും അല്ലെ വെയിൻസ് അവർക്ക് തോന്നിയ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് എന്ത് വിളിക്കാം, നമുക്ക് അതിനെ റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് വിളിക്കാം. അപ്പൊ പാരലൽ വീനേഷൻ എന്തായിരിക്കും, പേര് തന്നെ ഉണ്ട് പാരലൽ വീനേഷൻ. ഇവരുടെ ലൈൻസ് എന്തായിരിക്കും, പാരലൽ ആയിട്ടായിരിക്കും. ഇതിപ്പോ നമ്മുടെ ലീഫ് ആണെങ്കിൽ അതിന്റെ വെയിൻസ് ഇങ്ങനെ കറക്റ്റ് ഒരേ ഡയറക്ഷനിലേക്ക് പാരലൽ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്, വീനേഷൻ. സോ വീനേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വെയിൻസിന്റെ അറേഞ്ച്മെന്റ് ആണ് ലീഫിൽ. 2 ടൈപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, റെട്ടിക്കുലേറ്റ് വീനേഷൻ ആൻഡ് പാരലൽ വീനേഷൻ. റെട്ടിക്കുലേറ്റ് വീനേഷന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, വെയിൻസ് ഒരു നെറ്റ്വർക്ക് പോലെ ഒരു കുടുക്ക് പോലെ ഇങ്ങനെ കുടുങ്ങിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെ പാരലൽ വീനേഷൻ പേര് തന്നെ ഉണ്ട്, പാരലൽ ആയിട്ടായിരിക്കും അവർ റൺ ചെയ്യുന്നത്. സോ നമ്മുടെ 7th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ,
നെയിം 2 ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ഇതിന്റെ ചെറിയ ചുരുക്കൻ പേരാണ് PEM. അതായത് പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷനെ കൊണ്ടുവരുന്ന 2 അസുഖങ്ങളുടെ പേര് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തും കൂടി മെൻഷൻ ചെയ്യാം, എന്താണ് ആ അസുഖം അല്ലെങ്കിൽ എങ്ങനെയാണ് ആ അസുഖം വരുന്നതെന്നും കൂടി നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പൊ നോക്കിക്കോ, 2 അസുഖങ്ങൾ ഏതൊക്കെയാ നോക്കിക്കേ. ഫസ്റ്റ് വൺ ആണ് മരാസ്മസ്, സെക്കൻഡ് വൺ ആണ് കാഷിയോക്കർ. അപ്പൊ എന്താണ് മരാസ്മസ് എന്ന് പറഞ്ഞാല് നോക്കിക്കോ, കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് അഫക്റ്റിംഗ് ദ ഇൻഫന്റ് ബിലോ 1 ഇയർ. അതായത് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ശ്രദ്ധിക്കുക, 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ കൃത്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ ഫാറ്റോ അവരുടെ ബോഡിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഏത് കണ്ടീഷനിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും? മരാസ്മസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലോട്ട് പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. നമുക്കറിയാം 1 വയസ്സിന് താഴെയുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടീൻ്റെ ബോഡി ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ വേണം അല്ലേ. അപ്പൊ ആ പ്രോട്ടീൻസ് ഒന്നും ഈ കുഞ്ഞിന് കിട്ടുന്നില്ലെങ്കിൽ, കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നില്ല, ഫാറ്റ് കിട്ടുന്നില്ല, പ്രോട്ടീൻ കിട്ടുന്നില്ല, അപ്പൊ അത് എന്ത് കണ്ടീഷനിലോട്ട് മാറും? മരാസ്മസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് മാറും. ഇനി കണ്ടീഷൻ ആണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? അവരുടെ ഈ നെഞ്ചിന്റെ കൂടില്ലേ, ഈ റിബ് സൈഡ്, അതൊക്കെ പൊന്തി നിൽക്കും, അതേപോലെ കണ്ണൊക്കെ എന്താകും? കുഴിയിലോട്ട് പോകില്ലേ, സങ്കൺ ഐസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കാഷിയോക്കർ. അപ്പൊ കാഷിയോക്കറിന്റെ പ്രത്യേകത എന്താ? occurs when the breastfeeding is stopped, then the child is fed a protein deficient leading to സിവിയർ മാൽ ന്യൂട്രീഷൻ. അതായത് കാഷിയോക്കർ എന്ന് പറഞ്ഞാൽ ഈ അമ്മമാര് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തും. അപ്പൊ ഈ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് കുറയും. എന്നിട്ട് നമ്മൾ കൂടുതലായിട്ട് എന്ത് കൊടുക്കാൻ ശ്രമിക്കും? ട്രഡീഷണൽ ഫുഡ് അവരിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഈ പ്രോട്ടീൻ കണ്ടന്റ് കുറച്ചിട്ട് നമ്മുടെ ട്രഡീഷണൽ, നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ഫുഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഏത് സിറ്റുവേഷനിലോട്ട് മാറും? കാഷിയോക്കർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ 8th ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ പാർട്സ് ഓഫ് ദ ഫ്ലവർ ആൻഡ് മെൻഷൻ ദെയർ ഫംഗ്ഷൻ. ഹിയർ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ഏതൊക്കെയാണ് ഫ്ലവറിന്റെ പാർട്സ് എന്നും രണ്ടാമത്തത് അതിന്റെ ഫങ്ഷൻസും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടാണ് കാലിക്സ്. ഒരു പൂവിന്റെ ആദ്യത്തെ ഭാഗമാണ് കാലിക്സ് എന്ന് പറയുന്നത്. ഈ കാലിക്സിൽ എന്താണുള്ളത്? കൺസിസ്റ്റിംഗ് ഓഫ് സെപ്പൽസ്. എന്താണുള്ളത്? സെപ്പൽസ് ആണ് ഈ ഒരു കാലിക്സിൽ ഉള്ളത്. ദാറ്റ് പ്രൊട്ടക്ട് ദ ഫ്ലവർ ബഡ്. അതായത് ഒരു പൂമൊട്ട്, ഈ പൂമൊട്ടിനെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് എന്താണ്? നമ്മുടെ കാലിക്സ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ കാലിക്സ് എന്ന് പറഞ്ഞാല് സെപ്പൽസ് ആണ്. ഒരു പൂമൊട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് സംരക്ഷിക്കുന്നത് ഈ കാലിക്സ് ആണ്. നെക്സ്റ്റ് ആണ് കൊറോള, കൺസിസ്റ്റിംഗ് ഓഫ് പെറ്റൽസ്. കൊറോള എന്ന് പറഞ്ഞ ഭാഗത്താണ് പെറ്റൽസ് അല്ലെങ്കിൽ ഇതളുകൾ കാണുന്നത് അല്ലെ. നമുക്കറിയാം എല്ലാ ചെടിയും എന്താണ്? ബ്രൈറ്റ് കളേഴ്സിലാണ് അല്ലെ. നല്ല ഡാർക്ക് ബ്ലൂ, അതേപോലെ തന്നെ പേർപ്പിൾ, ഓറഞ്ച്, റെഡ്, യെല്ലോ, അങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സിലായിരിക്കും എല്ലാ ഫ്ലവേഴ്സും. ഈ ഒരു ബ്രൈറ്റ് കളേഴ്സിൽ എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതലായിട്ടും ഇൻസെക്ട്സിനെ അല്ലെങ്കിൽ ഈ ബീസിനെ ഒക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ആണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ അതിലുള്ളത് സ്റ്റേമൻസ് ആണ്. സ്റ്റേമൺ ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അപ്പൊ ഒരു ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാന്ന് ചോദിച്ചാൽ അത് ആൻഡ്രീഷ്യമാണ്. നെക്സ്റ്റ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് കാർപ്പൽസ്. എന്താണുള്ളത്? കാർപ്പൽസ് ആണ്. സോ ദേ ആർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇപ്പൊ ഇവിടെ നമുക്ക് എക്സ്ട്രാ 2 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇപ്പൊ തരികയാണ്. എന്താ പറയാ? ആൻഡ്രീഷ്യം എന്ന് തന്നിട്ട് നേരെ കൊടുത്തു എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ഫ്ലവർ. ഇപ്പൊ നെക്സ്റ്റ് കൊടുക്കാണ് ഡാഷ്. അവിടെ നിങ്ങൾ എന്ത് എഴുതണം? ഗൈനീഷ്യം. എന്നിട്ട് എന്ത് ഫില്ല് ചെയ്യുക? ഇറ്റ് ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ. ഇപ്പൊ ക്ലിയർ ആണല്ലോ? ഒരു ഫ്ലവറിന്റെ മെയിൽ പാർട്ട് ഏതാന്ന് ഓർത്ത് വെക്കുക, ഫീമെയിൽ പാർട്ട് ഏതാന്ന് ഓർത്ത് വെക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആണ്. നെയിം 2 കോമൺ ഹ്യൂമൻ ഡിസീസ് കോസ്ഡ് ബൈ ഫംഗി. അതായത് ഫംഗസ് മൂലം നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ, മൊണീറ, ഫംഗി, ഈ ഒരു ചാപ്റ്ററിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫംഗസ് കാരണം മനുഷ്യരിൽ ഉണ്ടാകുന്ന 2 അസുഖങ്ങളാണ് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ നമുക്ക് പറയാം? റിംഗ് വേമും അതേപോലെ തന്നെ അറ്റ്ലസ് ഫൂട്ടും ആണ്
നമുക്ക് ഫംഗസ് കാരണം മനുഷ്യനുണ്ടാവുന്ന 2 അസുഖങ്ങൾ. അവിടെ ഒരു ബി ക്വസ്റ്റ്യനും കൂടി കിടക്കുന്നുണ്ട്. ഹു ഡിസ്കവേർഡ് ദ ആന്റിബയോട്ടിക് പ്രോപ്പർട്ടി ഓഫ് പെനിസീലിയം? പെനിസീലിയത്തിന്റെ ആന്റിബയോട്ടിക് പ്രോപ്പർട്ടി ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആരാന്നാണ് ചോദിച്ചത്. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിച്ചതാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കിക്കേ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രബ്സ് സൈക്കിൾ? What is the importance of Krebs cycle and name the substrate and product of Krebs cycle? Krebs cycle ന്റെ സബ്സ്ട്രേറ്റ് ഏതാണെന്നും പ്രോഡക്ട്സ് ഏതാണെന്നും നിങ്ങളോട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ക്രബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മുന്നേ നമുക്ക് ഇവിടുന്ന് വേറെയും ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ക്രബ്സ് സൈക്കിളിന്റെ 2 പേരാണ് സിട്രിക് ആസിഡ് സൈക്കിൾ ഓർ TCA സൈക്കിൾ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രബ്സ് സൈക്കിൾ? അതിന് പകരം നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് TCA സൈക്കിൾ. അപ്പൊ ഈ ക്രബ്സ് സൈക്കിളിന് മാത്രം പേരറിയുന്നവർക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു? ക്രബ്സ് സൈക്കിളിന്റെ വേറെ പേരാണ് സിട്രിക് ആസിഡ് സൈക്കിൾ ഓർ TCA സൈക്കിൾ. ഇനി നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. is crucial for the energy production in aerobic respiration. എയറോബിക് റെസ്പിറേഷൻ, എയറോബിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ഉപയോഗിച്ച് റെസ്പയർ ചെയ്യുന്നത് അല്ലെ. സോ എയറോബിക് റെസ്പിറേഷന് വേണ്ടിയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്? നമ്മുടെ ക്രബ്സ് സൈക്കിളിനുള്ളത്. and it complete the oxidization of glucose and generate ATP. എന്നിട്ട് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് തരും? എനർജി അല്ലെങ്കിൽ ATP നെ ജനറേറ്റ് ചെയ്ത് തരും. ഇതാണ് നമ്മുടെ ക്രബ്സ് സൈക്കിളിന്റെ ഇമ്പോർട്ടൻസ്. സോ ക്രബ്സ് സൈക്കിളിന്റെ വേറെ പേരാണ് TCA സൈക്കിൾ ഓർ സിട്രിക് ആസിഡ് സൈക്കിൾ. ഇവർ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും ചോദിച്ചാൽ എയറോബിക് റെസ്പിറേഷനിൽ നമ്മുടെ എനർജി പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. അത് കൂടാതെ എന്തും കൂടി ചെയ്യും? ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ATP അല്ലെങ്കിൽ എനർജീനെ ഉണ്ടാക്കും. ഇനി നമുക്ക് അതിന്റെ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് അതിന്റെ സബ്സ്ട്രേറ്റ് ഏതാണെന്നും രണ്ടാമത്തത് അതിന്റെ പ്രൊഡക്റ്റ് ഏതാണ്. അപ്പൊ ക്രബ്സ് സൈക്കിളിന്റെ സബ്സ്ട്രേറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് അസറ്റൈൽ CoA ആണ്. നോട്ട് ചെയ്ത് വെക്കണം, അസറ്റൈൽ CoA. ഇനി പ്രോഡക്ട്സ് ഏതാ ചോദിച്ചാൽ നമുക്ക് പറയാം 2 കാർബൺ ഡയോക്സൈഡ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം 2 CO2. പിന്നെ നമുക്ക് ഏതായിരിക്കും അതിന്റെ പ്രോഡക്റ്റ് ഉണ്ടാവുക? 3 NaDH2, 3 NaDH2 ഉണ്ട്. പിന്നെ 1 FADH2, പിന്നെ 1 ATP. ഇതാണ് അതിന്റെ 4 പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. സോ ക്രബ്സ് സൈക്കിൾ പഠിച്ചു, അതിന്റെ 2 പേരുകൾ പഠിച്ചു, ക്രബ്സ് സൈക്കിളിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. ക്രബ്സ് സൈക്കിളിൽ ഫോം ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ് അസറ്റൈൽ CoA ആൻഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, NaDH2, ATP, FADH2. ഇതൊക്കെയാണ് അതിന്റെ പ്രോഡക്ട്സ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ ഏപ്രിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു 10 ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ അധികം ആഡ് ചെയ്യുക. ഇനി ഇതേപോലെ ബയോളജീന്റെ സൂപ്പർ 30 പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് വീണ്ടും ഒരു 13 ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പൊ ഇതിൽ ഡിസ്കസ് ചെയ്യാത്ത ഇനി ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ എക്സാമിന്റെ തലേ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സെക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടന്റ് വൈസ് പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഈസി ആയിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത സെക്ഷൻ നമ്മൾ വരാം. ഈ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.